TCSലെ നിദാ ഖാൻ എവിടെ പോയി? നിദാ ഖാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കേൾക്കുന്നുണ്ട്. നിദാ ഖാൻ കേരളത്തിലേക്ക് കടന്നിരിക്കാനാണ് സാധ്യത എന്ന് മുൻ DGP ശ്രീ TP സെൻകുമാർ പറയുന്നു. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാരണം ഇതിനൊക്കെ വളക്കൂറുള്ള മണ്ണാണ് കേരളത്തിൻ്റെത് എന്നാണ്. തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, അത്തരം എന്തെങ്കിലും സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അറിയിക്കേണ്ട ഒരു നമ്പറും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. നാസിക്കിലെ TCS വിഷയത്തിൽ എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത്. ആദ്യമായി ഫെമിനിസ്റ്റുകളോടാണ്. ഇത്രയും ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് വിധേയരായ പെൺകുട്ടികളെ നിങ്ങൾക്ക് പിന്തുണയ്ക്കേണ്ടേ? സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ പ്രതികരിക്കാത്തത് എന്ന് എല്ലാവർക്കും അറിയാം. അടുത്തതായി സാംസ്കാരിക നായകളോടാണ്. ഉത്തരേന്ത്യയിൽ ഏതായാലും BJP നേതാവ് കാരണം ഒരാൾക്ക് പനി വന്നാൽ പോലും മുണ്ടും മടക്കി കുത്തി പ്രക്ഷോഭം നടത്തുന്ന നിങ്ങൾ എന്തേ ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയില്ല? ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ മതേതരത്വം പറയുന്ന വിവരദോഷി ഹിന്ദുക്കളോടാണ്. നിങ്ങളുടെ എത്ര മുസ്ലിം സുഹൃത്തുക്കൾ TCS വിഷയത്തിൽ ഇരകൾക്കൊപ്പം നിന്ന് പ്രതികളെ എതിർത്ത് പോസ്റ്റ് ഇട്ടു എന്ന് അദ്ദേഹം ചോദിക്കുന്നു. 0 ഉത്തരം എന്ന് അദ്ദേഹത്തിന്റെ ഉത്തരവും കുറിച്ചിട്ടുണ്ട്. കാശ്മീർ വിഘടനവാദികളെയും ഗാസയ്ക്കും ഇറാൻ ഭരണാധികാരികളെയും അജ്മൽ കസബിനെയും ബിൻ ലാദനെയും ഒക്കെ പിന്തുണച്ചും കേരള സ്റ്റോറി സിനിമയും ദേശീയതയും പ്രധാനമന്ത്രിയും BJPയും എതിർത്തും പുട്ടിന് പീര പോലെ പോസ്റ്റിട്ട നിങ്ങളുടെ എത്ര മുസ്ലിം സുഹൃത്തുക്കൾ ഈ വിഷയത്തിൽ ഇരകൾക്ക് വേണ്ടി നിലകൊണ്ടു? സ്വയം ആലോചിച്ച് വിലയിരുത്തുക. അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ നല്ലവരായ മുസ്ലിം സമൂഹത്തോടാണ്. നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പാലിക്കുന്ന അതിഗാഠമായ മൗനം അത് നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണെന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ മൗനം പലരും സമ്മതമായി വ്യാഖ്യാനിക്കാറുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ പലരും സംശയത്തോടെ നോക്കുന്ന സാഹചര്യത്തിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തീവ്രവാദത്തിനും ഇത്തരം ജിഹാദി പ്രവർത്തനങ്ങൾക്കും ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വരിക. നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ ഒരു രാജ്യം തന്നെ കൂടെ ഉണ്ടാകും. ഇത് ഒരു നാസിക്കിലെ TCSൽ മാത്രം ഒതുങ്ങുന്ന ഒരു നെറ്റ്വർക്ക് അല്ല. പിടിച്ചതിലും വലുതാണ് മാളത്തിലുള്ളത് എന്ന് പറഞ്ഞതുപോലെ ഇത് ഒരു അന്താരാഷ്ട്ര നെക്സസിലേക്ക് വിരൽ ചൂണ്ടും. ഇരകൾ 99% ഹിന്ദു പെൺകുട്ടികളാണ്. എനിക്ക് ഹിന്ദു പെൺകുട്ടികളുടെ മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ സനാതന ധർമ്മത്തിന്റെ മഹത്വം ചെറുപ്പം മുതലേ പഠിപ്പിക്കുക. ദേശീയതയും നമ്മുടെ സംസ്കാരവും അവരെ ഇത്തരം ജിഹാദികളുടെ കെണിയിൽപ്പെടുന്നതിൽ നിന്നും തടയും. സ്വന്തം ധർമ്മത്തെ വിമർശിച്ച് അവരെ കെണിയിൽപ്പെടുത്താൻ നടക്കുന്നവരെ എങ്ങനെ നേരിടണം എന്നുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുക. എന്ത് ആവശ്യഘട്ടത്തിലും അവർക്ക് നിങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം വളർത്തിയെടുക്കുക. ജാഗ്രത പാലിക്കാൻ പഠിപ്പിക്കുക. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെയൊക്കെ സ്വയം വിലയിരുത്തലിന് വേണ്ടി വിട്ടിരിക്കുന്നു എന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. TCSലെ HR മാനേജർ നിതയെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. സുഡാപ്പികളുടെ പുതിയ പെൺസിംഹം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇനി ഇവരെ പറ്റി എന്തെങ്കിലും ഞാൻ വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. കക്ഷി ഇപ്പോൾ ഒളിവിലാണ്. മിക്കവാറും ഇവർ കേരളത്തിലേക്ക് കടന്നിരിക്കാനാണ് സാധ്യത. ഇവിടെ ഇതിനെല്ലാം നല്ല വളക്കൂറുള്ള മണ്ണാണല്ലോ. എന്തെങ്കിലും വിവരം കിട്ടുന്നവർ താഴെ പറയുന്ന നമ്പറുകളിൽ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം ആ നമ്പറുകളും കുറിച്ചിട്ടുണ്ട്. എന്തായാലും TCSലെ ഈ വിവാദം വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുകയാണ്. ശരിക്കും സൂക്ഷിക്കേണ്ടത് അതിപ്പോൾ ആരായാലും ശരി അവരവരുടെ മക്കളെ അല്ലെങ്കിൽ അവരവരുടെ കുടുംബാംഗങ്ങളെ ഇത്തരം കെണികളിൽ പെടാതിരിക്കാൻ എല്ലാവരും ഒരു ജാഗ്രത പുലർത്തുക എന്ന ഒരു സന്ദേശം തന്നെയാണ് ഈ വിവാദങ്ങളിലൂടെ വീണ്ടും വീണ്ടും വരുന്നത്. എന്തായാലും ഈ വിവാദങ്ങളിൽ പ്പെട്ടവരെല്ലാം ചെങ്കോട്ട സ്ഫോടനവുമായും ബന്ധമുണ്ട്, അതുപോലെ തന്നെ രാജ്യദ്രോഹപരമായ നിരവധി പദ്ധതികളുമായി ബന്ധമുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തുവരുന്നു. എന്തായാലും NIAയുടെ അന്വേഷണത്തിലാണ് വിഷയങ്ങൾ. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.